ഒരു കാര്യം നമ്മുടെ ഭാരതത്തിന്റെ സൈന്യമാണ് ഏറ്റവും കൂടുതൽ കൗണ്ടർ ടെററിസം ഓപ്പറേഷൻ ഇന്ന് ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സൈന്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ആർമിയാണ്. നമ്മൾ 1947 തൊട്ടേ ഇതുപോലത്തെ ഓപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മളിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പുറം രാജ്യങ്ങളിലെ സൈന്യം വരെ ഇവിടെ വരും, കൗണ്ടർ ടെററിസം ഓപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് എന്ന് പഠിക്കാൻ. അതിനുവേണ്ടിയാണ് നമുക്ക് കൗണ്ടർ ടെററിസം ജംഗിൾ വാർഫെയർ സ്കൂളുണ്ട്. അവിടെ വിദേശ രാജ്യത്തെ സൈന്യം വരെ വന്ന് പഠിക്കാറുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു പഠനവും മറ്റു കാര്യങ്ങളും മനസ്സിലായപ്പോൾ കാശ്മീരിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഫോഴ്സ് വേണമെന്ന് മനസ്സിലായി. അതായത് ആക്ച്വലി പറഞ്ഞ ഇൻഫൻട്രി ബറ്റാലിയന്റെ ടാസ്ക് ബോർഡറിൽ ഫൈറ്റ് ചെയ്യാനുള്ളതാണ്. പക്ഷേ ഈ കൗണ്ടർ ടെററിസത്തിന് ഒരു പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ്ങും പ്രത്യേക ഓറിയന്റേഷനും വേണമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് രാഷ്ട്രീയ റൈഫിൾസിനെ നമ്മൾ അത് കൊണ്ടുവരികയും അതുകൊണ്ട് അവർ പെർമനന്റ് ആയിട്ട് ഒരു ലൊക്കേഷനിൽ കാണും. 44RR ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ റൈഫിൾസ് ആണ്, അവർ ആ ഏരിയ തന്നെ കാണും. അപ്പൊ അത് അവിടെ നിൽക്കുമ്പോൾ ഒരേ ഏരിയയിൽ നിന്ന് കഴിയുമ്പോൾ ഇന്റലിജൻസ് കിട്ടാൻ ഈസിയാണ്. ഒരു യൂണിറ്റിൽ നമ്മൾ പോയി വേറെ യൂണിറ്റ് വരുമ്പോൾ അപ്പോഴും ഇന്റലിജൻസിനുള്ള ഒരു പ്രശ്നം വരും. പക്ഷെ ഒരു യൂണിറ്റ് അവിടെ തന്നെയാണ്. ഈ ഓഫീസേഴ്സും മറ്റ് ജവാന്മാർ മാറി മാറി പോകുമ്പോഴും അതിന്റെ സെറ്റപ്പ് അവിടെ തന്നെ ഉള്ളപ്പോൾ ഇന്റലിജൻസ് നെറ്റ്വർക്ക് നല്ല സ്ട്രോങ് ആയി. അപ്പൊ അങ്ങനെ ഉള്ള ഒരു രാഷ്ട്രീയ റൈഫിൾസിന്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ് കാശ്മീർ താഴ്വരയിലും ജമ്മു രജൌരി ഏരിയയിലും നമുക്ക് ഈ ഭീകരവാദത്തിനെ കുറയ്ക്കാൻ സാധിച്ചത്. അപ്പം അതിന്റെ ഒരു എന്ന് വെച്ചാൽ ഈ 2 വർഷത്തേക്ക് ടെന്യൂറിലാണ് ഈ രാഷ്ട്രീയ റൈഫിൾസിലേക്ക് വരുന്നത്. ആ രാഷ്ട്രീയ റൈഫിൾസിന്റെ അഗൈൻ ഞാൻ പറഞ്ഞല്ലോ, അവർക്കൊരു ഓറിയന്റേഷനും ട്രെയിനിങ്ങും കൊടുത്തു കഴിഞ്ഞിട്ട്, പക്ഷെ അവർ ഇന്ന് വളരെ കൃത്യമായിട്ട് അവരുടെ ഏറ്റവും എനിക്ക് തോന്നുന്നു എടുത്തു പറയേണ്ടത് അവർ ഇന്റലിജൻസ് തന്നെയാണ്. ഹാർഡ് കോർ ഇന്റലിജൻസ് കിട്ടുവാർക്കുണ്ട്. ബിക്കോസ് അവർ അത്രമാത്രം നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ അവർ ഓപ്പറേഷനിൽ വളരെ കൃത്യമായിട്ട് അവർ അറിയുകയും ചെയ്യും ഏത് മൊഹല്ലയാണ് അല്ലെങ്കിൽ ഏത് സ്ട്രീറ്റ് ആണ്, ആ സ്ട്രീറ്റിൽ ഏത് വീടാണ്, ആ വീടിന്റെ എന്താണ് അതിന്റെ എന്നുള്ള കൃത്യമായിട്ട് അവർക്ക് അറിയിച്ച് അവരോട് പോയി ഓപ്പറേഷൻ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ റൈഫിൾസ് ഇന്നൊരു അസറ്റ് തന്നെയാണ്.